തുടർച്ചയായിട്ട് ഛത്തീസ്ഗഡിലും ഒഡീഷയിലും കർണാടകയിലുമൊക്കെ ബി ജെ പിയുടെ കാലത്ത് വലിയ രീതിയിലുള്ള മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്ന അതിക്രമങ്ങൾ നടന്നതാണ്. 2014 ശേഷം കണക്കുകൾ സൂചിപ്പിക്കുന്നത് 4 ഇരട്ടിയും 5 ഇരട്ടിയും വർധന ക്രിസ്ത്യൻ വിഭാഗങ്ങളോട് സംഘപരിവാർ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നാണ്. ഇത് എന്താണ് നമ്മളോട് പറയുന്നത്? ഈ ഘട്ടത്തിൽ ഇതെല്ലാം ഈ ആട്ടിൻ തോൽ അണിഞ്ഞ് വരുന്ന ചെന്നായ്ക്കളാണ് എന്ന മട്ടിലുള്ള പ്രചരണങ്ങളുണ്ട്. സഭയത് തിരിച്ചറിയുന്നുണ്ടോ? കേരളത്തിലും ഗോവയിലും ഒരു രീതിയിലാണ് ബി ജെ പി ക്രിസ്ത്യൻ സമുദായങ്ങളോട് അടുക്കുന്നത്. അതേസമയം ഛത്തീസ്ഗഡിലും ഒഡീഷയിലും ഉത്തരാഖണ്ഡിലുമൊക്കെ മറ്റൊരു രീതിയിലാണ്. സഭ തിരിച്ചറിയുന്നുണ്ടോ ഇത്? സഭ തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയേണ്ട കാലം എന്നേ അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് 2011 ജാർഖണ്ഡിൽ സിസ്റ്റർ വത്സ ജോണിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനമായിരുന്നു ജാർഖണ്ഡ്. അർജുൻ മുണ്ടയായിരുന്നു അന്ന് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി. അന്ന് സിസ്റ്റർ വത്സ ജോണിനെ എന്തിനാണ് കൊലപ്പെടുത്തിയത്? ആദിവാസികളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ആ മേഖലയിൽ കൽക്കരി ഖനനം നടത്താനുള്ള സർക്കാർ തീരുമാനത്തെ എതിർത്ത് അന്ന് ആദിവാസി വിഭാഗം അവിടെ നടത്തിയ ഒരു മുന്നേറ്റമുണ്ടായിരുന്നു. ആ മുന്നേറ്റത്തെ പിന്തുണച്ചതിനാണ് സിസ്റ്റർ വത്സ ജോണിനെ അന്ന് അവർ താമസിച്ച വീടിനകത്ത് കയറി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്.